ചിലപ്പോൾ ആളുകൾക്കൊരു സംശയമുണ്ടാവും, നമ്മൾ പറയാറുള്ളത് ഖുർആൻ ഒന്നാം പ്രമാണം, ഹദീസുകൾ രണ്ടാം പ്രമാണം എന്നല്ലേ? ആ ഒരു ഭാഷ ശരിക്കും പറഞ്ഞാൽ അതൊരു പറച്ചിലിൽ വരുന്ന ആ ഭാഷയിലെ വളരെ നേർത്ത ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കാതെ ഒന്നാം പ്രമാണമാണ് രണ്ടാം പ്രമാണമാണ് എന്ന് പറയരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നതിന് പിന്നിലുള്ള കാരണം, ഖുർആൻ എന്നത് അതിൻ്റെ വാചകങ്ങൾ, അതിൻ്റെ കണ്ടന്റ്, അതിന് മുഴുവൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് ഖുർആൻ നമ്മളൊരു ഹർഫ് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ. ഖുർആൻ ഒരു ഹർഫ് ഓതിയാൽ തന്നെ കൂലിയാണ്. അള്ളാഹുവിൻ്റെ കലാമാണ്. അത് പാരായണം ചെയ്യൽ, വെറുതെ പാരായണം ചെയ്യൽ വരെ ഇബാദത്താണ്. പക്ഷെ ഹദീസുകളും അള്ളാഹുവിൻ്റെ വഹി തന്നെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ കലാമല്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളാണ്. അതിനൊരക്ഷരം ഓതിയ കൂലി കിട്ടുമോ? അങ്ങനെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. ഹദീസുകൾ മൊത്തത്തിൽ പഠിച്ചാൽ കൂലി കിട്ടും. മൊത്തത്തിൽ ഹദീസുകൾ പഠിക്കുക, ദീന് പഠിക്കുക, ഹദീസ് ഓരോ കാര്യങ്ങൾ പഠിക്കുക, അത് മൊത്തം കൂലി കിട്ടും. പക്ഷേ ഖുർആൻ പോലെ ഒരു അക്ഷരം ഓതിയാൽ പ്രതിഫലം, ഇന്ന സൂറത്ത് ഓതിയാൽ പ്രതിഫലം, അത് ഹദീസുകൾക്കില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് ഖുർആൻ്റെ അത്ര ശ്രേഷ്ഠത എന്തില്ല, ഹദീസുകൾക്കില്ല. സ്വാഭാവികമാണ്. കാരണം ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, ഹദീസുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമാണ്. പക്ഷേ പ്രമാണം എന്ന വിഷയത്തിൽ രണ്ടിനും ഒരേ സ്ഥാനമാണുള്ളത്. ഒരേ സ്ഥാനം. ഖുർആനിൽ അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞു, ഹദീസിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നിസ്കാരം ഇങ്ങനെ 5 വഖത്താണ്, പിന്നെ സുബഹി ഇത്ര റക്അത്താണ് എന്നൊക്കെ പറഞ്ഞു. ഒരാൾ പറയാണ് ഒന്നാം പ്രമാണത്തിൽ പറഞ്ഞതാണ്, ഹദീസിലുള്ളത് സെക്കൻഡ് കാറ്റഗറിയാണ്. അപ്പോൾ നിസ്കരിച്ചാൽ മതി, നിസ്കാരം എങ്ങനെ കൈകെട്ടണം, അതൊന്നും അത് ഹദീസിലല്ലേ വന്നത്. അതപ്പോൾ അത്ര ഒരു കർശനമായി സ്വീകരിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല എന്ന് പറയാൻ വകുപ്പില്ല. ചിലപ്പോൾ ഖുർആനിൽ പറയാത്ത കാര്യങ്ങൾ അള്ളാഹു ഹദീസിലൂടെ പഠിപ്പിച്ചു എന്ന് വരാം. ഖുർആനിൽ സംക്ഷിപ്തമായി പറഞ്ഞത് ഹദീസുകളിൽ വിശദീകരിച്ചു പറഞ്ഞു എന്ന് വരാം. അങ്ങനെ ഒരുപാട് തരത്തിൽ ഖുർആനും ഹദീസുകളും ബന്ധപ്പെടുന്നുണ്ട്. വഹ്യിൻ്റെ അടിസ്ഥാനത്തിൽ, വഹ്യിലൂടെ, ഏത് മാർഗത്തിലൂടെ, അഥവാ ഖുർആനിലൂടെയോ ഹദീസിലൂടെ, രണ്ടും വഹ്യാണ്. ഇതിലൂടെ ഏതിലൂടെ വന്നാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കൽ അവൻ ബാധ്യസ്ഥനാണ്. അതിൽ പിന്നെ ഏറ്റക്കുറച്ചിലില്ല.